കേരളത്തിൽ വന്യജീവി ആക്രമണ കൊല ഒരു നിത്യസംഭവമായി തീർന്നിരിക്കുന്നു. ഏറ്റവും അവസാനം കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൽ ആദിവാസി സഹോദരങ്ങളായ വെള്ളിയുടെയും ഭാര്യ ലീലയുടെയും ദാരുണ അന്ത്യത്തിന് കേരളം സാക്ഷിയായിരിക്കുന്നു. കേരളത്തിൻ്റെ ദുഃഖം പറഞ്ഞറിയിക്കാനാവാത്ത വിധമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം വന്യജീവി ആക്രമണ കൊലകൾ വർദ്ധിക്കുന്നത്? ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ എന്തുകൊണ്ട് ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല? കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് വൈരുദ്ധ്യങ്ങളുള്ള നിയമനിർമ്മാണങ്ങൾ വഴി കേരളത്തിലെ ജനങ്ങളെ, മലയോര നിവാസികളെ വേട്ടയാടുകയാണ്. ഈ നിയമങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമങ്ങൾ ഏകീകരിക്കാനായിട്ട് കഴിയണം. ഗവൺമെന്റിന്റെ കുറ്റകരമായ നിസ്സംഗത, വനപാലകരുടെ ഉത്തരവാദിത്തമില്ലായ്മ, നിയമനിർമ്മാണങ്ങളിലെ ജനപ്രതിനിധികളുടെ ജാഗ്രത കുറവ്, ഇതെല്ലാം കേരളത്തിന്, മലയോരങ്ങൾക്ക്, കർഷകർക്ക് വിനയായി ഭവിച്ചിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇത്തരം വന്യജീവി ആക്രമണ കൊലകളിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി വാഹനമോടിച്ച് നിരത്തിൽ അപകടമുണ്ടായാൽ, ജീവഹാനി സംഭവിച്ചാൽ ആ പ്രവൃത്തിയുടെ, ആ കുറ്റത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം രക്ഷകർത്താക്കളിൽ ചുമത്തി അവരെ ശിക്ഷിക്കുന്ന നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇതുപോലെ തന്നെ കാടിറങ്ങി നാട്ടിലെത്തി, കൃഷിസ്ഥലങ്ങളിലെത്തി പാവപ്പെട്ട മനുഷ്യരെ കൊന്നുകൂട്ടുന്ന വന്യജീവി ആക്രമണ കൊലകളിൽ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ, വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കാൻ കഴിയും വിധം പുതിയ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ മലയോര ജനത, പ്രത്യേകിച്ച് കർഷക ജനത, വലിയ ദാരിദ്ര്യത്തിലേക്കും കൊടിയ വരൾച്ചയിലേക്ക് നീങ്ങുകയാണ്. കൃഷി ചെയ്ത് ജീവിക്കാനാവാത്ത ഒരു ദുസ്ഥിതിയിൽ അവരകപ്പെട്ടിരിക്കുകയാണ്. നിരന്തരമായി ഉണ്ടാകുന്ന നിയമനിർമ്മാണത്തിലൂടെ ഭൂപ്രശ്നങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായി തീർന്നിരിക്കുകയാണ്. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചാൽ എന്നതുപോലെ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഭൂനികുതി 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത ദുസ്ഥിതി. ഇതിനെതിരെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാര്യമാത്ര പ്രസക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നില്ല, സമരങ്ങൾ ഉയരുന്നില്ല. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധമുയർത്തുകയാണ്. 50% വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്യജീവി ആക്രമണ കൊലകളിൽ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ, വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ നിരോധനമടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായി, കാലോചിതമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാറ്റിലുമുപരി കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടി ഇല്ലായ്മ ചെയ്യാനുള്ള അവകാശവും അധികാരവും ജനങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. മാർച്ച് മാസം 4-ാം തീയതി രാവിലെ 10 മണിക്ക് പൈനാവിൽ നിന്നും ഇടുക്കി കളക്ടറേറ്റിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളുടെയും, മുഴുവൻ കർഷക സംഘടനകളുടെയും പിന്തുണയും പ്രോത്സാഹനവും ഇക്കാര്യത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.